ആംബുലൻസിലെ പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ എന്റെ ഭാര്യയോട് പറഞ്ഞത്. ഇന്ന് ഭർത്താവ് ജീവനോട് ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങൾ അവിടെ ചെന്ന് കാണുമ്പോൾ ഉടനെ പുള്ളി വെറും നിശ്ചലമായ അവസ്ഥയിലാണ് പുള്ളി കിടക്കുന്നത് ഐസിയുവിൽ. ഡോക്ടറെ, ഈ മരിച്ചു കിടക്കുന്ന ആളെ നിങ്ങൾ വീണ്ടും വെന്റിലേറ്ററിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ഞങ്ങൾ മരിച്ചെന്ന് പറയത്തില്ല. ഈ വിജയാസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിഷ്ഠൂരമായി ജനങ്ങളെ ക്രൂശിക്കുന്ന ഒരു ആശുപത്രിയാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര സ്ഥിതി ചെയ്യുന്ന വിജയ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രേക്ഷകർ കണ്ടതാണ്. ഇതിനുശേഷം നിരവധി ഇരകളാണ് ഇപ്പോൾ മലയാളി വാർത്തയിൽ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. അത്രവരെ ഇര ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, എന്താണ് സാറിന്റെ പേര്? ഡാനിയൽ വർഗീസ്. എന്താണ് താങ്കൾക്ക് ഉണ്ടായത്? എനിക്ക് ഇതുപോലെ നെഞ്ചുവേദന വന്ന് ഞാൻ ഒരു തിങ്കളാഴ്ച രാവിലെ, ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ബ്ലോക്കാണ്, അഡ്മിറ്റ് ആക്കണം, 1,40,000 രൂപ കെട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇൻഷുറൻസിന്റെ പരിരക്ഷയുള്ളതിനാൽ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെന്നെ അഡ്മിറ്റ് ആക്കാൻ നോക്കി. പക്ഷെ ഞാൻ അതിന് വഴങ്ങിയില്ല. ഞാൻ ഹോളി ക്രോസിൽ പോയാ എന്റെ ബാക്കി ചികിത്സ. അതെ, കൊട്ടിയം ഹോളി ക്രോസിൽ പോയിട്ടാണ് എന്റെ ചികിത്സ നടത്തിയത്. അന്ന് എന്റെ ഭാര്യയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വേണ്ടുന്നവരെ അറിയിച്ചോണം, ഡേഞ്ചറാണ്, ഓക്സിജൻ ഉള്ള ആംബുലൻസിലെ പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കളഞ്ഞു. അതായത് ബുദ്ധിമുട്ട് തോന്നി ആശുപത്രിയിൽ പോയ സാഹചര്യത്തിൽ ബലാത്കാരമായി ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യാനായിരുന്നു അന്നത്തെ ഡോക്ടറിന് തിടുക്കം. ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും കാര്യമില്ല, വിളിച്ചു പറയേണ്ടവരെയൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു? അതെ, വിളിച്ച് ഏത് നിമിഷം എന്ത് സംഭവിക്കാം, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ എന്റെ ഭാര്യയോട് പറഞ്ഞത്. ഇപ്പോൾ ഈ വിഷയം നിങ്ങൾ എന്തുകൊണ്ടാണ് പുറം ലോകത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് ഓരോരോ പിഴവുകൾ വന്ന് കാണുമ്പോൾ, യൂട്യൂബിലൊക്കെ കാണുമ്പോഴുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കും എന്നുള്ള ഭയം കൊണ്ട് അറിയിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിജയ ഹോസ്പിറ്റലിൽ ആരും ഇനി പോകാൻ പാടില്ല. ചികിത്സയ്ക്ക് പോകുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അത്ര തന്നെ. ആര് പോയാലും കുത്തിക്കയറുമല്ലേ? കുത്തിക്കയറും. പൈസ മാത്രമുള്ള എയിമാണ്. അതുകൊണ്ട് അവരാരും കൊല്ലാം. എന്നോട് പറഞ്ഞു ആശുപത്രിയിൽ ചെന്നപ്പം ഇത് സീരിയസ് കേസാ, ഇത് ബ്ലോക്കാ, ഇത് എന്ത് സംഭവിക്കാം, അറിയിക്കുന്നവരെയൊക്കെ അറിയിച്ചു, ഇത് ഇവിടെ അഡ്മിറ്റ് ആവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. വേറെന്താ പറഞ്ഞ? വേറെ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വഴി വെച്ച് തന്നെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, ആംബുലൻസിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ശരിക്കും പേടിച്ചുപോയി. ഞങ്ങളെല്ലാം പേടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ വന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് കൊട്ടിയത്ത് കൊണ്ടുപോയി, ഹോളി ക്രോസിൽ കൊണ്ടുപോയി. അവിടെ ചികിത്സിച്ചോണ്ടിരിക്കുക. ഇപ്പം ഒരസുഖമില്ല, കുഴപ്പമില്ല, ഇപ്പൊ സുഖമായിരിക്കുന്നു. അന്ന് നിങ്ങളുടെ ഭർത്താവിനെ ചികിത്സിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഭർത്താവ് ജീവനോട് ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നോ? ഇല്ല. ഉറപ്പാണല്ലേ? ഉറപ്പാ. ആരോഗ്യമുള്ളൊരു രോഗി വിജയ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് നടന്നു പോയാൽ തിരികെ വരുന്നത് ഒന്നുകിൽ ആംബുലൻസിലോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തായി വെന്റിലേറ്ററിലോ. അതൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ വ്യക്തിക്കുണ്ടായ ദുരനുഭവം. നിങ്ങൾക്ക് എന്താ ഉണ്ടായത്? എനിക്ക് മലയാളി വാർത്തയോട് പറയാനുള്ളത്, കഴിഞ്ഞ ജനുവരി 18-ാം തീയതി എന്റെ ബ്രദർ എന്നെ കൊണ്ടുപോയി, അതായത് എന്റെ അച്ഛന്റെ അനിയന്റെ മോൻ, എന്റെ ബ്രദർ, ഒരു കിഡ്നി സ്റ്റോൺ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് നടന്നുപോയ വ്യക്തിയാണ് വിജയാസ് ഹോസ്പിറ്റലിൽ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി, നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണിന്റെ ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്, എത്രയും പെട്ടെന്ന് അത് കീഹോൾ സർജറി ചെയ്യണമെന്ന്. പുള്ളി വീട്ടിലും മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെ എന്നാ പെട്ടെന്ന് ചെയ്തിട്ട് പോലോ എന്നുള്ള ഒരു നിഗമനത്തിൽ കൂടെ പുള്ളി അത് ചെയ്തു. കിഡ്നി സ്റ്റോണിന്റെ കീഹോൾ സർജറി ചെയ്ത് വാർഡിലാക്കി കഴിഞ്ഞ ഉടനെ പുള്ളിക്ക് ഒരിച്ചിരി സൈലന്റ് ആയിട്ടിരുന്ന പള്ളി ഒരിച്ചിരി ഇതായി. പുള്ളി നേരെ പിന്നാകിൽ വയലന്റ് ആയപ്പം ഡോക്ടർ പറഞ്ഞ് അനസ്തേഷൻ കൊടുക്കണമെന്ന്. അപ്പൊ അനസ്തേഷൻ കൊടുത്ത് നേരെ ഐസിയുലാണ് ആക്കിയത്. ഐസിയുലാക്കി കഴിഞ്ഞിട്ട് ഉടനെയാണ് ഞങ്ങൾ അറിയുന്നത് ഇന്നലെ ഐസിയുലായെന്നുള്ളത്. ഞങ്ങൾ അവിടെ ചെന്ന് കാണുമ്പോൾ ഉടനെ പുള്ളി വെറും നിശ്ചലമായ അവസ്ഥയിലാണ് പുള്ളി കിടക്കുന്നത് ഐസിയുയിൽ. ഞങ്ങൾ വിചാരിച്ചു ശരി വെന്റിലേറ്ററിൽ ആക്കി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ് വരുമെന്നും പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷയോടിരുന്ന് പിറ്റേന്ന് നോക്കുമ്പോൾ ഉടനെ പുള്ളിയുടെ കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും വായിൽ കൂടെയൊക്കെ വെള്ളം വരുവാണ്. പുള്ളിയുടെ ശരീരം ഓട്ടോമാറ്റിക്കലി അത് വീർക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്ക് സംശയം തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ തന്നെയാണ് ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുന്നത്, ഡോക്ടറെ, ഈ മരിച്ചു കിടക്കുന്ന ആളെ നിങ്ങൾ വീണ്ടും വെന്റിലേറ്ററിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ഞങ്ങൾ മരിച്ചെന്ന് പറയത്തില്ല,
അപ്പൊ ഞങ്ങള് പിന്നെ പറഞ്ഞു ഒരു ഡോക്ടറിനെ അറിയാൻ മരിച്ചു പോയെന്നല്ലേ? ഡോക്ടറിനെ അറിയാൻ മരിച്ചു പോയെന്ന്, പക്ഷെ ഡോക്ടർ പറയാൻ ഞാൻ മരിച്ചെന്ന് പറയത്തില്ലെന്ന്. ഡോക്ടറെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. കാണാം അപ്പം നമ്മൾ ഒരിച്ചിരി വയലന്റ് ആയിട്ടൊക്കെ നിൽക്കുവാണ്, നമ്മൾ പേരൊന്നും ചോദിക്കാൻ പോയില്ല. അപ്പം എന്നിട്ട് ഞങ്ങൾ പിന്നെ അത് പറഞ്ഞു, നിങ്ങൾ ഇനി വെന്റിലേറ്റർ എടുക്കാം, വെന്റിലേറ്റർ എടുത്തിട്ട് ഞങ്ങൾ എന്തുവാന്ന് നോക്കാന്ന് പറഞ്ഞു. വെന്റിലേറ്റർ എടുത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിടത്തേന് പുള്ളി മരിച്ച ആ ബോഡിയാണ് ഞങ്ങൾക്ക് തന്നത്. നിസാരം വീട്ടിൽ നിന്ന് നടന്നു പോയ ഒരു വ്യക്തിയെ കിഡ്നി സ്റ്റോൺ എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അവസാനം ഞങ്ങൾക്ക് ലഭിച്ചത് ബോഡിയാ ലഭിച്ചത്. ഞങ്ങൾ പിന്നെ മറ്റു പ്രശ്നത്തിന് പോവാഞ്ഞെന്ന് പറഞ്ഞാല് ഇതിന്റെ പുറയിൽ ഇനി പോയി നമ്മൾ നൂലാമാല ആവണ്ടാലോ എന്നുള്ള ഒരു രൂപത്തിൽ കൂടാണ് നമ്മൾ പുറമോട്ട് മാറിയത്. പക്ഷേ ഇതിപ്പം പലരും ഇങ്ങനെ ഞങ്ങൾ മീഡിയയിലൂടെയും പിന്നെ യൂട്യൂബിലൂടെയും പലരുടെയും ഈ ദുരനുഭവം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങളും ഇവരെ സമീപിച്ചു, മലയാളി വാർത്തയെ ഞങ്ങളും സമീപിച്ചു. ആദ്യം ഞങ്ങൾക്കും ഈ മലയാളി വാർത്തയോടെ പ്രേക്ഷകർക്ക് മൊത്തം അറിയിക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായതിന്റെ പേരിലാണ് മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായാണ് ഞങ്ങളും അറിയിക്കുന്നത്, ഇതിനകത്ത് ബന്ധപ്പെട്ടത്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ വിജയാസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിഷ്ഠൂരമായി ജനങ്ങളെ ക്രൂശിക്കുന്ന ഒരു ആശുപത്രിയാണ്. ജീവനോടെ പോകുന്ന ഒരു വ്യക്തിയെ മരിച്ച നിലയിലൂടെ വരുന്ന ഒരു വ്യക്തിയാണ്. അത് എന്റെ ഒരു ബന്ധുവിന്റെ ഒരു അനുഭവം ഇതുപോലെ ഉണ്ടായി. അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇത് തന്നെ യൂട്യൂബിൽ ഇപ്പം ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു, മലയാളി വാർത്താ ചാനലിലൂടെ നിരന്തരം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിജയാസിനെ കുറിച്ച്. ഈ വാർത്തകളൊക്കെ സത്യസന്ധമായുള്ള വാർത്തയാണ് മലയാളി ചാനൽ എന്ന് പറയുന്ന ഈ ചാനല് പ്രേഷണം ചെയ്യുന്നത്. നന്ദി. ഈ പറയുന്ന വിജയ ഹോസ്പിറ്റലിലെ ഡോക്ടർ മുമ്പ് വിജയ ബേക്കറി കൊട്ടാരക്കരയിലെ ഒരു സ്റ്റാഫ് ആയിരുന്നു. ചുരുങ്ങിയ നേരം കൊണ്ട് ഇദ്ദേഹം ഏത് ബിരുദത്തിലാണ് MBBS പട്ടം എടുത്തതെന്ന് തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഉന്നത അധികൃതരും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ആരോഗ്യമുള്ള ഒരു വ്യക്തി വന്നാൽ തീർച്ചയായിട്ടും അവരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ അവർക്കുള്ള നിയോനാറ്റി ICU ചേർന്ന് വരുന്ന ആംബുലൻസിൽ മാത്രമാണ്. കൊട്ടാരക്കര നിവാസികളെ ചുരുങ്ങിയ നേരം കൊണ്ട് വിലക്കെടുത്ത് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലോ ഒരു ആവശ്യം അത്യാഹിതം സംഭവിച്ചാലോ ഏതൊരു രോഗിയും ആശ്രയിക്കുന്ന സ്വകാര്യ ആശുപത്രിയാണ് വിജയ ഹോസ്പിറ്റൽ. വിജയ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവും അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ദുരനുഭവങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. മലയാളികൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അവയവക്കടത്ത്. ചുരുങ്ങിയ നേരം കൊണ്ട് കൊട്ടാരക്കര നിവാസികളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു സ്വകാര്യ ആശുപത്രിയാണ് വിജയാസ് ഹോസ്പിറ്റൽ. ഒരു വ്യക്തി ഒരു അസുഖമായി ചെന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ നോക്കാതെ സർജറിയാണ് അവർ ആദ്യം തന്നെ പ്രിഫർ ചെയ്യുന്നത്. നടന്നു പോകുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ കൊന്നു കളഞ്ഞ് തിരിച്ചു കൊടുത്തുവിടുന്നു. വെന്റിലേറ്ററിൽ ഇടാൻ വേണ്ടി അവർ തന്നെ പറയുന്നു. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നെറുകേട് കാണിക്കുന്ന ഒരു ആശുപത്രിയാണെന്നാണ് ഈ നിവാസികളും അതേപോലെ തന്നെ കൊട്ടാരക്കര ജനങ്ങളും പറയുന്നത്. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്, കൊട്ടാരക്കര.